Hello guys, Assalamualaikum warahmatullahi wabarakatuh. Day 3 in നോമ്പ് ക്ഷീണം കണ്ടില്ലേ? എന്ത് പോൽച്ചക്ക് ഞാൻ എണീക്കാറില്ല ഗൈസ്. ഞാൻ എണീക്കാർ 11 മണിക്കാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കബാബ്. ചിക്കൻ കബാബാണ്. ഞാൻ ഉന്നക്കായി ചിക്കണ്. കാരണം ഇതില് ഞാൻ മുളകിന്റെ വിത്തുകൾ കണ്ടേ. പിന്നെ ഫുഡിന്റെ വീഡിയോ എടുക്കൂല. ഇന്നലെ ഞാൻ പറഞ്ഞോണ്ടാ നിങ്ങള് പനി തീർന്നു. നിങ്ങളെ രണ്ടാളെ പനിയെ തീർന്നില്ല, പനി തീർത്ത് അല്ലാതിപ്പോ എന്താ ചെയ്യല്ലേ. അപ്പൊ നല്ല ചിക്കൻ കബാബും വേറെന്താ സ്പെഷ്യല്? വെള്ളപ്പം ചിക്കൻ കറി. വെള്ളപ്പോ എന്താ തട്ടുകടേ? ശരി അല്ല ഞങ്ങളാക്കിൽ ഇത്ര ഉണ്ടാക്കുന്നത്, ഞങ്ങൾ രണ്ടാക്കും പനിയാ. ശരി, നിങ്ങൾക്ക് രണ്ടാക്കും പനിയാണ് ഗൈസ്. അപ്പം ഇന്ന് വെള്ളപ്പവും പിന്നെ ചിക്കൻ കറിയും ചിക്കൻ കബാബ്. കബാബ് ഇങ്ങനെ നല്ല പിന്നെ എങ്ങനെയാ എന്റെ കബാബ് ഇങ്ങനെയാ? ഓക്കെ, ഈ ഇങ്ങനെ കബാബ് തിന്നൊക്കെ ഇതുവരെ 29 രാജ്യത്ത് പോയി. രാജ്യത്തെ കബാബാ? ഞാൻ എത്ര രാജ്യത്ത് പോയിന്നറിയോ? എത്ര? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 29 രാജ്യത്ത്. എന്നിട്ടോ അതല്ലേ അവിടുന്ന് കബാബ് തിന്ന എന്നോട് പറയാണ് ഇതൊന്നല്ല കബാബ്. കബാബ് ഇങ്ങനല്ല, ഇങ്ങനെ നീണ്ട ഇതില് കമ്പിയില് കോർത്തിട്ട് ചുട്ടെടുക്കല ചെയ്യാ. ചുട്ടെടുക്കലാ? അത് വെറും ചിക്കന്. ഇത് ചിക്കൻ പിന്നെ മസാല കൂട്ടി നിങ്ങള് എങ്ങനെ പറയണം. ഓക്കെ, അപ്പൊ ഗൈസ് ഇനിയൊന്നും എടുക്കാനില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ പറഞ്ഞോ. ഇങ്ങനെ ഞങ്ങൾ കൂട്ടുണ്ടാക്കുന്ന മാത്രം കാണിച്ചു തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവര് കോമഡി അടിക്കാനൊക്കെ പറയുന്നുണ്ട്. ആസ് പോസിബിൾ എനിക്ക് അതിനൊന്നും വയ്യ. സോ പിന്നെ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം വാച്ചിങ് ദാറ്റ്. സോ ഗൈസ് പിന്നെ പുറത്തുനിന്ന് എന്ത് രസമുണ്ടാവും. നമ്മളെ സ്വന്തം വയനാട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറേ ദിവസമായില്ലേ നമ്മൾ വീടും പരിസരമൊക്കെ കാണിച്ചു തന്നിട്ട്. ഇതാട്ടാ വയനാട്ടിൽ ഇപ്പം പേരും ചൂടെന്ന് വെച്ചാൽ ഞാൻ എണീക്കുമ്പോൾ ചൂട് തുടങ്ങും. 10 മണിയാകുമ്പോൾ ഒരു 8:30 വരെ കുഴപ്പമില്ല. അതിനുശേഷം പേരും ചൂടാണ്, രാത്രിയും ചൂടാണ്, കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ കാലാവസ്ഥയാണ്. മഴയൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് വയനാട് ഒന്ന് ആഘോഷിക്കണമെങ്കിൽ ഇപ്പോൾ വരിക. പിന്നെ ഏപ്രിലാകുമ്പം സീസൺ തുടങ്ങും, റൂമിന് റേറ്റ് കൂടും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ റിസോർട്ടുകാർക്ക് ഉള്ള അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. മറ്റേത് ഏപ്രിലും മെയിലൊക്കെ വരുമ്പോൾ അവർക്ക് കുറേ ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. വേണേ വന്നാൽ മതി, ഞങ്ങൾ 10,000 പറയും, നിങ്ങൾക്ക് വേണേ നിങ്ങൾ വന്നോളി. ആ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗസ്റ്റ്, ഉമ്മ പുതിയ ബിസിനസ് ആരംഭിക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞില്ലല്ലോ. ഉമ്മാൻ്റെ പുതിയ ബിസിനസ്സിനെ കുറിച്ച് ഉമ്മ പുതിയതായിട്ട് അച്ചാറ്, പിന്നെ തുറമാങ്ങ, ചായപ്പൊടി, വയനാടിൻ്റെ ട്രഡീഷണൽ സാധനങ്ങൾ നമ്മൾ ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് സെറ്റായി കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉമ്മ ഇവിടുന്ന് നിങ്ങൾക്ക് തരും. വയനാടിൻ്റെ ഉമ്മാൻ സ്പെഷ്യൽ. പിന്നെ നോമ്പിന് ഉമ്മ പറയുന്നത് ഇതുപോലത്തെ കടികളല്ലേ. അപ്പോൾ ടേസ്റ്റ് ഇല്ലാന്ന് ഞാൻ പറയും ചെയ്യും. നിങ്ങളോട് ഓർഡർ ചെയ്യണം. എന്തൊക്കെ ഉണ്ടാക്കും? നല്ല ചെറുപ്പത്തിരി, കട്ട്ലറ്റ്, ചിക്കൻ റോള്, പിന്നെ പപ്സ്, പിന്നെ ചിക്കൻ റോള്, പപ്സ്, ചിക്കൻ റോളല്ല ചിക്കൻ റോള്, ചെറുപ്പത്തിരി അതൊക്കെ ഉണ്ടാക്കും. പെർ പീസ് എത്ര റുപ്യ? ചെറുപ്പത്തിരി 1,000 കൊടുക്കുക. ഒരു ചെറുപ്പത്തിരിക്ക് ബീഫ് ആണെങ്കിൽ 250 രൂപ, ചിക്കൻ ആണെങ്കിൽ 200. മറ്റേ കടിക്കൊക്കെ ചെറിയ ചെറിയ കട്ട്ലേറ്റ് ഇതൊക്കെ ഞാൻ നല്ല ക്വാണ്ടിറ്റി നല്ലതേ കൊടുക്കുള്ളൂ. അപ്പോൾ 15 രൂപ ഒരു കടിക്ക്. ബിസിനസ് മൈൻഡ്. അപ്പം വയനാട് കൽപ്പറ്റേൻ്റെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ വീടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ നമ്പർ തരാം. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം. ഒരു പരീക്ഷണമാണ്, നടക്കില്ലെന്നൊന്നും അറിയില്ല. കുടിൽ വ്യവസായം. മറ്റേത് അച്ചാറൊക്കെ വിൽക്കാൻ നമുക്ക് വലിയ ലൈസൻസ് വേണം. ഈ വീട് പരിസരമൊക്കെ നമ്മൾ ചെറിയ കുടിൽ വ്യവസായത്തിന് ലൈസൻസ് മതി. എന്നിട്ട് നിങ്ങൾ രണ്ടാൾ കമ്മീഷൻ കിട്ടുമല്ലോ. ശരി ഗൈസ്. അപ്പം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യൂ. ഉമ്മൻ്റെ കൈപ്പുണ്യം നിങ്ങൾ അറിയൂ.
പിന്നെ അച്ചാറിൻ്റെ ഇതിൻ്റെയൊക്കെ സെറ്റപ്പ് നമ്മൾ അടുത്ത മാസം ആകുമ്പോൾ സെറ്റാക്കും. ലൈസൻസ് കിട്ടണ്ടേ. ഹായ് ഗായ്സ്, ഞാൻ കുളിച്ച് കുട്ടപ്പനായി വന്നിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈമായി. നമുക്ക് ഇന്ന് എന്തൊക്കെ വിഭവങ്ങൾ ഐറ്റംസ് ഉണ്ട് നോക്കാം. കോഴിക്കറി, ചിക്കൻ കബാബ്, ഇതിൻ്റെ പേരെന്തേനു? തരി. ഇതാണ് ചിക്കു ജ്യൂസ്. ഇത് ഹോം മെയ്ഡ് ചിക്കു ജ്യൂസാണ്. പറയാൻ കാരണം പറഞ്ഞുതരാം. ഇത് ആപ്പിള്, പിന്നെ ഇത് വെള്ളയപ്പം, പിന്നെ ചായ. ഇത്ര ഐറ്റംസാണ് ഉള്ളത്. ഉമ്മ ഇന്ത്യ പിന്നെ ഓസ്ട്രേലിയ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹോം മെയ്ഡ് ചിക്കു ജ്യൂസാണെന്ന് പറയാൻ കാരണം എന്താ അറിയാം? വാണാൻ വള്ളി ഈ മരത്തിൽ നിന്ന് പറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ആഴ്ച അക്കും പറിച്ച് ഇവിടെ വെച്ചാണ്. അപ്പം അത് നല്ലോണം പഴുത്തക്കണ്. അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. വവ്വാൽ സ്ഥിരമായിട്ട് കുത്തുന്ന കണ്ടിരുന്നു. നിപ്പ വന്നില്ലെങ്കിൽ, നിപ്പ വന്നാൽ ഇതിലതൊന്നും സംഭവിക്കും. അപ്പോൾ ഇനി 2-3 മിനിറ്റ് ഉണ്ട്. നമ്മളെ പള്ളി എവിടെ നിങ്ങൾ കണ്ടിക്കണോ? അക്കണ്ണാണ് പള്ളി. അപ്പോൾ ബാങ്ക് കൊടുത്താൽ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. 100 മീറ്റർ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് പള്ളിയിലെത്താം. അവിടെ ജുമാ ഇല്ല. ജുമാ പള്ളി നമുക്ക് ഇവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് മെയിൻ റോഡ് തുടങ്ങുന്നിടത്ത് നമ്മളെ ഈ അഡ്ലേഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ഈ റോഡ് തുടങ്ങുന്നിടത്ത് അവിടെ ഒരു ഫലാഹ് പള്ളിയുണ്ട്. ആ പള്ളിയാണ് ജുമാ മസ്ജിദ്. അതാണ് നമ്മുടെ മഹല്. ഇത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടിപ്പള്ളി. ഇവിടെയാണ് നമ്മുടെ എന്തുണ്ടാവുക, തറാവിസ്കാരം. അതിനൊക്കെ നമ്മൾ ഇവിടെയാണ് പോട്ടോ. ഓക്കെ. സോ ഗായ്സ്, സമയം ആവാനായിക്കണ്. നമുക്കിനി ഹലോ, തറാവിസ്കരിക്കാൻ ഉപ്പച്ചു പോകുന്ന കാര്യമേ. ഞാൻ ടൗണിലാണ് നമ്മൾ പോക്കേ. സോ ബാങ്ക് കൊടുക്കാൻ ഇനി നമ്മളെ വലിയ പള്ളിയിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉസ്താദ്മാർക്ക് കുറച്ച് ഇതാണ്. നമ്മൾ ഒരേ സമയത്ത് ബാങ്ക് കൊടുക്കില്ല. ഒരു വലിയ ടീം, നമ്മൾ ചെറിയ ടീം. അപ്പം നമ്മൾ അതിന് ശേഷം ബാങ്ക് കൊടുക്കുള്ളൂ. അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെന്താ, അവിടുന്ന് ബാങ്ക് കൊടുത്തിട്ട് ഈ ഉസ്താദ് ഇവിടെ കേൾക്കൂലേ? എനിക്കറിയാൻ പാടില്ല എന്താണോ. നിങ്ങളവിടെ ഉണ്ടോ? ഞാൻ കൊടുക്കാൻ പോയാൽ ഞാൻ എപ്പോഴോ ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുടങ്ങി ഞാൻ അങ്ങോട്ട് വരും. അപ്പുറത്തല്ലേ കൊടുക്കണേ? അപ്പൊ നോമ്പ് കൊടുക്കാം. ബാങ്ക് എവിടുന്ന് ആയാലും കേട്ടാ പോരെ. ബിസ്മില്ലാ. ആ കറക്റ്റ്. ജ്യൂസ് ആവറേജ് ടേസ്റ്റാ. ഇവിടെ അടിച്ചെന്ന് ജ്യൂസ്. ഇതും ആവറേജ്. വെള്ളയപ്പം. ഈ വെള്ളയപ്പത്തിനൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ പറയണ്ടെന്നാ പറഞ്ഞത്. നല്ല വെള്ളയപ്പം മാത്രം മേലെ വെച്ചിട്ട് ആ ചട്ടി എന്തോ കിട്ടുന്നില്ല. അല്ല, കബാബ് എന്താ മോശം? കബാബ് മോശമൊന്നുമില്ല. തരക്കേടില്ല. നമുക്ക് നാളെ പള്ളിയിൽ കൊടുക്കാൻ പറ്റും ഉണ്ടാക്കിയിട്ട്. അതിന് മാത്രമൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ലെന്നറിയാം. അടുത്തതാണ് നല്ല കോഴിക്കറിയും. മഴ പറ, കബാബ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടല്ലോ. സെയിം ഡയലോഗ് മറ്റേ ഫിറോസ് ഖാന്റെ കൂടെയുള്ള പറഞ്ഞ പോലെയാ. എന്ത് വെച്ചാലും സൂപ്പർ. നാളെ മുതൽ വീഡിയോന്റെ സ്റ്റൈല് മാറ്റണം. ഉമ്മ ഉണ്ടാക്കണതൊക്കെ എടുക്കണം. അങ്ങനല്ല, ഫുഡ് ഉണ്ടാക്കണല്ല, ഉണ്ടാക്കുന്ന സമയത്തുള്ള. വരില്ലല്ലോ. ആ ഇന്ന് എത്ര വിളിച്ചില്ലേ? അപ്പം ഇത് തിന്നെടുക്കട്ടെ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടുക. എന്തൊക്കെയാണ് ചേഞ്ചസ് വരേണ്ടത്?
നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് നമുക്ക് മാറ്റാൻ പറ്റുക. നാളെയാണ് ഇവിടെ പള്ളിയിലത്തെ നോമ്പ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ അതിൻ്റെ വീഡിയോ കൊടുക്കാം. നാളെ നല്ല വീഡിയോ തരാം. ഇന്നിപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കാം, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഫുഡ് കഴിച്ച അവിടെ ഞാനിത് ഫോണിക്ക് മാറ്റി എഡിറ്റ് ചെയ്യും. ഉപ്പച്ച് ബസ് പോയതാ, ഉപ്പച്ചക്ക് ഡ്യൂട്ടിയാണ്. ഓക്കെ, ഡാഡി ബസ് പോയതാട്ടോ. സോ ഗൈസ്